തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒട്ടും ബാധിക്കില്ലെന്നാണ് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. 70.35% പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7% കുറവാണിത്. 77.84 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ്. തിരുവനന്തപുരം 66.43, ആറ്റിങ്ങൽ 69.40, കൊല്ലം 67.92, പത്തനംതിട്ട 63.35, മാവേലിക്കര 65.88, ആലപ്പുഴ 74.37, കോട്ടയത്ത് 65.59, ഇടുക്കിയിൽ 66.39, എറണാകുളത്ത് 68.10, ചാലക്കുടിയിൽ 71.68, തൃശ്ശൂരിൽ 72.11, പാലക്കാട് 72.68, ആലത്തൂരിൽ 72.66, പൊന്നാനിയിൽ 67.93, മലപ്പുറത്തേക്ക് 71.68, കോഴിക്കോട് 73.34, വയനാട് 72.85, വടകര 73.36, കണ്ണൂരിൽ 75.74, കാസർഗോഡ് 74.28 എന്നിങ്ങനെയാണ് വിവിധ മണ്ഡലങ്ങളിലെ പോളിംഗ് കണക്കുകൾ. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത്. കനത്ത പോളിംഗ് തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയതോടെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുത്തനെ ഉയർന്നേക്കുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഉച്ചയോടെ പോളിംഗ് കുത്തനെ കുറയുകയായിരുന്നു. ചൂടായിരിക്കാം വില്ലനായത് എന്നാണ് നിലവിലെ വിലയിരുത്തൽ. അതേസമയം പോളിംഗ് കുറഞ്ഞെങ്കിലും സാഹചര്യം അനുകൂലമാണ് എന്ന് തന്നെയാണ് UDF പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഇത്തവണ പ്രതിഫലിച്ചേക്കുമെന്നും ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തമായ ഏകീകരണം ഉണ്ടായെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിൻ്റെ തെളിവാണ് പോളിംഗ് ശതമാനം ഉയരാത്തത് എന്നാണ് LDF വിലയിരുത്തുന്നത്. അതേസമയം തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട് എന്നാണ് BJPയുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് സംസ്ഥാനത്ത് സുഗമവും സുരക്ഷിതവുമായി പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിരുന്നു. 6 മണിക്ക് ശേഷവും ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഒരിടത്തും അനിഷ്ട സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടില്ല. ചിലയിടങ്ങളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും പരാതികളും അപ്പോൾ തന്നെ പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും രാവിലെ 7-ന് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടായത്. കടുത്ത ചൂടും പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് യുവ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരും അടക്കം എല്ലാ വിഭാഗങ്ങളും വളരെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗഭാക്കായി. വോട്ടർമാർക്ക് കുടിവെള്ളം, ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് ബൂത്തുകളിൽ വീൽ ചെയർ, റാമ്പ്, പ്രത്യേക ക്യൂ എന്നിവ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 66,303 പോലീസ് ഉദ്യോഗസ്ഥർ ബൂത്തുകൾക്ക് സുരക്ഷയേകി. 8 ജില്ലകളിൽ 100% ബൂത്തുകളിലും 6 ജില്ലകളിലെ 75% ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിനുള്ള വെബ് കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വോട്ടിംഗ് പൂർത്തിയായ ശേഷം പോളിംഗ് ബൂത്തുകളിൽ നിന്ന് സുരക്ഷിതമായി സംസ്ഥാനത്തെ 140 കളക്ഷൻ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ 20 കേന്ദ്രങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിലേക്കാണ് മാറ്റുന്നത്. അതിസുരക്ഷാ സംവിധാനങ്ങളാണ് സ്ട്രോങ് റൂമുകളുള്ള കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. 38 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 4-നാണ് വോട്ടെണ്ണൽ തുടങ്ങുക. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇളക്കിമറിച്ചുള്ള പ്രചരണവും പലയിടത്തു നിന്നുമുള്ള ഇഞ്ചോടിഞ്ച് പോരും ശക്തമായ ത്രികോണ മത്സരങ്ങളും ഇത്തവണ ശ്രദ്ധ നേടിയിരുന്നു. പൊതുവിൽ റെക്കോർഡ് പോളിംഗ് ആണ് പ്രതീക്ഷിച്ചത്. കത്തും ചൂട് തന്നെയാണ് വില്ലനെന്നാണ് നിലവിലുള്ള കണക്കുകൂട്ടൽ. പോളിംഗ് ശതമാനത്തിലെ കുറവിൽ നേരിയൊരു ആശങ്ക ഉള്ളിൽ UDFന് ഉണ്ടെങ്കിലും എല്ലാം ഭദ്രമെന്ന് തന്നെയാണ് അവകാശവാദം. ഭരണവിരുദ്ധ വികാരം നന്നായി ഇത്തവണ പ്രതിഫലിച്ചെന്ന് മുന്നണികൾ പറയുന്നതിനോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തമായ ഏകീകരണം ഉണ്ടായെന്നും പ്രതീക്ഷയിലുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ജയസാധ്യതയുണ്ടെന്ന് BJP പറയുന്നു. അതേസമയം വിധിയെഴുത്ത് ദിനം സഭാധ്യക്ഷന്മാരിൽ നിന്നുണ്ടായ പ്രതികൂല പ്രതികരണങ്ങളിൽ BJPക്ക് ആശങ്കയുണ്ട്.